ഉള്ളിലുള്ള ജാതീയ ബോധം, മതബോധം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നും എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയുന്നതെന്നും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാളെ ഉണ്ടാവാൻ പോകുന്നതെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം അയാളുടെ കൂടെ എന്തിനും ഏതിനും നിന്നിരുന്ന തൃശ്ശൂരിലെ ഒരു 4 പേര് ഈ പറയുന്ന BJPയുടെ അടുത്ത് നിന്ന് അങ്ങ് മാറി. അതായത് സുരേഷ് ഗോപി BJPയുടെ പ്രതിനിധിയാണല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സുരേഷ് ഗോപിയുടെ പ്രജകളല്ല ഞങ്ങൾ. തൃശ്ശൂര് കലിംഗ സംവാദത്തിന് പിന്നാലെ 4 BJP പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു. അടിപൊളി. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. ഇത് തലയിൽ ചകിരിച്ചോറിന് പകരം തലച്ചോറുള്ള ആളുകളാണ്. ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേർന്ന് അവർ ഏത് പാർട്ടിയിലോട്ടും ചേർന്നോട്ടെ, അതൊരു വിഷയമല്ല. പക്ഷേ ചാണകത്തിൽ നിന്ന് അവർ മാറി മോചിതരായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ആരുടെയും പ്രജകളല്ല. സുരേഷ് ഗോപി ഈ പറയുന്ന കലിംഗ സംവാദത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത്, ജനങ്ങൾ നിങ്ങളെൻ്റെ പ്രജകളാണ്, പ്രജകൾ വിരൽ ചൂണ്ടി സംസാരിക്കണം, മുഷ്ടി ചുരുട്ടാൻ പാടില്ല, അത് തമ്പുരാനായി എനിക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. തമ്പുരാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ അയാളുടെ ഉള്ളിലുള്ള